ഇന്ന് നമ്മളൊരു വെൽക്കം വാട്ടർ ആണ് റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. ശരിക്കും നാട്ടിലൊക്കെ ഇപ്പോൾ കുറേ ആയിട്ട് കണ്ടുവരുന്ന വലിയ പാർട്ടികൾക്കൊക്കെ കണ്ടുവരുന്ന ഡ്രിങ്കാണ്. ഇപ്പോഴല്ല കേട്ടോ, കുറേ ആയിട്ട് കണ്ടുവരുന്നു. അപ്പോൾ അത്യാവശ്യം വലിയൊരു പാർട്ടിയൊക്കെ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി വാട്ടർ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഈ ഒരു സ്ട്രോബെറി വാട്ടർ റെഡിയാക്കുന്നത് ഇതുപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്ട്രോബെറിയുടെ റെഡിമെയ്ഡ് എസൻസ് വെച്ചിട്ടാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഉപയോഗിച്ചിട്ടൊന്നുമല്ല. കാരണം ഒരുപാട് ആളുകൾക്കൊക്കെ വേണ്ടി പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലത്തെ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. സ്ട്രോബെറിയുടെ എസൻസും അതുപോലെ തന്നെ സ്ട്രോബെറി ക്രഷ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെയും കിട്ടുമായിരിക്കാം, പക്ഷെ ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന സമയത്ത് സ്ട്രോബെറി എസൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാനില എസൻസ് ഒക്കെ കിട്ടുന്ന ചെറിയ കുപ്പി ഉണ്ടല്ലോ, അതുപോലത്തെ കിട്ടും. ഒത്തിരി കളർ മാത്രം, ചെറിയൊരു പിങ്ക് കളറിൽ അതല്ല കേട്ടോ ശരിക്കും വേണ്ടത്. അതാവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ല, അതൊരു എസൻസ് ഫ്ലേവർ മാത്രമായിരിക്കും. പക്ഷേ ഈ ഒരു സ്ട്രോബെറി എസൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രോബെറി മിക്സ് ഫ്ലേവർ ആയിട്ടാണ് വരുന്നത്. ഇനി ഈ ഒരു വെള്ളം റെഡിയാക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നമ്മുടെ സബ്ജ സീഡ്സ്, ബേസിൽ സീഡ്സ് വേണം. നാട്ടിലൊക്കെ നമ്മൾ ബ്ലാക്ക് കസ്കസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ്. അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കുതിർത്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ് ഒരു 1/4 കപ്പ് സാധാ പച്ചവെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഒന്നങ്ങ് മിക്സ് ചെയ്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വീർത്ത് വരുന്ന ഈ ഒരു സമയത്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് അരിച്ചു മാറ്റിയിട്ട് ഇതുപോലെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം മിക്സ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് സാധാ പശുവിൻ പാലാണ് എടുക്കുന്നത്, ഫ്രഷ് മിൽക്കാണ് എടുക്കുന്നത്. 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത്, അതായത് 2 കപ്പ് പാല്. അപ്പോൾ ഇതിപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ പാല് തിളപ്പിച്ചിട്ടാണ് ഇതുപോലുള്ള ജ്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പാൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലായിരിക്കണം. 1/2 ലിറ്റർ പാലെടുക്കുന്ന സമയത്ത് 1/2 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതായത് 2 കപ്പ് നല്ല തണുത്തിട്ടുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പകുതി പാലും പകുതി വെള്ളം എന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് വെള്ളം കൂടി പോകരുത്, എന്നാൽ ആ പാലും അതിനേക്കാൾ ഇത്തിരി കൂടെ കൂടുതലായാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് കുറേ ആളുകൾക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ ഇട്ടാൽ മതി കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ഐസ്ക്രീമും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മധുരം കൂടി പോവേണ്ട. അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ എടുക്കാം, കാരണം വലിയ പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ പഞ്ചസാര എടുത്താലും മതിയാവും. ആദ്യം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി പെട്ടെന്ന് മിക്സ് ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർത്താലും മതിയാവും. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു 1-2 തുള്ളിയോ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു 3 ഡ്രോപ്പൊക്കെ മതിയാവും. ഒന്നങ്ങ് മിക്സാക്കി നോക്കാം. ഇതൊരു ഇത്തിരി ഉണ്ടെങ്കിൽ തന്നെ മിക്സ് ആക്കുന്ന സമയത്ത് നല്ല കളർ ഉണ്ടാവും, നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ആദ്യമേ ഒരുപാട് ഒഴിക്കേണ്ട, കൂടിപ്പോയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കില്ല. ഈ സമയത്ത് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറി ക്രഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഈ സ്ട്രോബെറി ക്രഷിന് ശരിക്കും നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാരയൊക്കെ ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് മതി എന്ന് പറയുന്നത്. ഇതോടെ മിക്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മധുരം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സബ്ജ സീഡ്സ് ഉണ്ടല്ലോ, ബേസിൽ സീഡ്സ്, അത് ഇട്ട് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് ശരിക്കും ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്, പക്ഷെ ഒരുപാട് കൂടി പോകാനും പാടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ആപ്പിളാണ് ചേർക്കുന്നത്. ഒരു കഷ്ണം ആപ്പിൾ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിടുന്ന താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും, പക്ഷെ ഒരുപാട് കൂടുതലായി പോകരുത്. പിന്നെ ഒരു കളർഫുൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ക്യാരറ്റ് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ടാണ്, അതായത് കട്ടിയില്ലാതെ. ക്യാരറ്റ് ഒരിക്കലും കൂടി പോകരുത്. ശരിക്കും ഈ ഒരു വെള്ളത്തിന് ക്യാരറ്റ് വേണമെന്നില്ല, പിന്നെ ഇടയ്ക്കൊന്ന് കടിക്കണമെങ്കിലും അതുപോലെ തന്നെ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു പീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പിന് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർക്കാം, പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പാലും വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തണുത്തിരിക്കുന്നതായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 2 സ്കൂപ്പ് സ്ട്രോബെറിയുടെ ഐസ്ക്രീം തന്നെയാണ് ചേർക്കുന്നത്. സ്ട്രോബെറി വാട്ടർ ആകുമ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഐസ്ക്രീം ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഐസ്ക്രീം ഇടുന്നത് തന്നെയായിരിക്കും നല്ലത്, കാരണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇതിങ്ങനെ തന്നെ ഇട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് ഐസ്ക്രീം അങ്ങ് മൊത്തത്തിൽ അങ്ങ് മിക്സ് ആയി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്ട്രോബെറി വാട്ടർ എന്ന് പറയുന്നത്.
എപ്പോഴും ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു അളവിൽ ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 7 ആൾക്കൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള വെള്ളം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. നാട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണിത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്കൊരു 100-150 ആളുകളൊക്കെ വരുന്ന ഫംഗ്ഷനൊക്കെ വീട്ടിലൊക്കെ നടത്തുന്നുണ്ട്. ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെൽക്കം ഡ്രിങ്കാണ്. കാരണം ഒരുപാട് ജ്യൂസ് അടിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും വരുന്നില്ല. വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്